തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പോലീസിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കൊലപാതകവും മോഷണവും ഉൾപ്പെടെ 53ഓളം കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ബാലമുരുകൻ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട സംഭവം നിയമപാലകർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ്. തൃശൂരിലെ അതീവ സുരക്ഷാ ജയിലിന് സമീപത്ത് വെച്ച് തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ ബാലമുരുകൻ ക്രിമിനൽ ലോകത്തെ വേഷം മാറുന്ന വില്ലൻ എന്ന പോലീസ് വിശേഷണത്തെ അനർത്ഥമാക്കുകയാണ്. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ ഗ്രാമത്തിലാണ് ബാലമുരുകന്റെ ജനനം. പേര് ബാലമുരുകൻ എന്നാണെങ്കിലും കൗമാരപ്രായത്തിൽ തന്നെ ഇയാൾ കൊടും ക്രിമിനലിന്റെ ജീവിതം ആരംഭിച്ചു. മോഷണവും പിടിച്ചുപറിയും പതിവാക്കി ഇയാൾ വൈകാതെ ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് തിരിഞ്ഞു. വെറും 33 വയസ്സിനിടെ 5ഓളം കൊലപാതക കേസുകളിലാണ് ഇയാൾ പ്രതിചേർക്കപ്പെട്ടത്. ഇയാളുടെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു സംഭവം തനിക്കെതിരായി സാക്ഷി പറഞ്ഞ സ്ത്രീയെ നിഷ്കരുണം വകവരുത്തിയ കേസാണ്. കേവലം പകപോക്കലിനായി ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പകവെച്ച ക്രിമിനൽ എന്ന നിലയിലേക്കാണ് ഇയാൾ വളർന്നത്. വർഷങ്ങളോളം തമിഴ്നാട്ടിലെ ഗുണ്ടാസംഘ തലവനായി പ്രവർത്തിച്ച ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കണ്ണിലെ കരടായി മാറി. ഇയാൾക്കായി അന്വേഷണം ശക്തമാക്കിയതോടെയാണ് ഇയാൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടക്കുന്നത്.